ഓക്കെ ഷെമി തുടങ്ങിക്കുന്നാലും മയക്കൊന്നും എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ പിടിച്ചാലാ ബുദ്ധിമുട്ട്. നേരോ എനിക്കരുത് അതിന് വേണ്ടിട്ട് പറഞ്ഞ ഓക്കെ ആടുന്നോട്ടെ. അപ്പൊ നമ്മളെ പാട്ട് ഇതാക്കണ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ ഗായിക കൊച്ചല്ല കൊച്ചു വലിയ ഗായിക ഗായിക പാട്ട് എന്താ പറയാ ചെറിയൊരു കലാകാരി ഇവിടെ ചെറിയ കലാകാരി ഒന്നുമല്ല, ഇമ്മിണി വലിയ കലാകാരിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കല എന്താണെന്നുള്ള കാര്യത്തിലാണ് ഞമ്മക്കൊരു സംശയം. ആ ഒരു കലയുടെ ഒരു ആധിക്യം കൊണ്ടായിരിക്കാം ഈ ഒരു 24 വയസ്സുകാരനായ ഒരു പഹയനെ പുയ്യാപ്പിളയായിട്ട് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിവേ ടി ഫാമിലി ഇന്നലെ കുറച്ചധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റാണ്. നമുക്ക് അന്യരല്ല ടി ഫാമിലി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോ ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഷെമി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ 4-മത്തെയോ 5-മത്തെയോ പ്രസവത്തോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം അവരുടെ വ്ലോഗിന് സൃഷ്ടിക്കാമെന്ന് കരുതി. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അവരുടെ വകതിരിവില്ലാത്തത് കൊണ്ടോ ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയും അതോടുകൂടി ഇവരുടെ ചാനൽ ഹലാക്കിലെ ചാനലായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ പ്രധാന കാരണം ഇത്തരം ഫാമിലി ബ്ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ കാണാനിരിക്കുന്നതും ഈ പറഞ്ഞ പ്രസവ ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള സൈക്കോളാണ്. അത്തരം ആളുകൾക്ക് പ്രസവമില്ല അല്ലെങ്കിൽ പ്രസവം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ ആ വ്ലോഗിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പ്രസവമോ പ്രസവത്തിന്റെ ലക്ഷണമോ കാണിക്കുന്ന വ്ലോഗുകളിൽ മാത്രം സന്ദർശിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. എനിവേ ടി ഫാമിലിയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവരുടെ ഒരു ഫാമിലി ബ്ലോഗ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥ വന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിനുമുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മയക്കൊന്നും എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ പിടിച്ചാലാ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ലൈല നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ അടാ വരി കഴിഞ്ഞു. അല്ലാ ബൈത്തുകൾ മൂളുന്ന കാറ്റാലെ കണ്ടുവോ നീയാമാരനെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടി. പ്രസവം ഇല്ലെങ്കിൽ എന്താ, അവരുടെ ആ ഒരു വ്ലോഗ് കാണാൻ ആ ഒരു ഷെമി എന്ന് പറയുന്ന ആ ഒരു പഹയനും ആ പെൺകുട്ടി ഷെമീത്ത എന്ന് പറയുന്ന ആ പെൺകുട്ടിയും കാട്ടിക്കൂട്ടുന്ന അവരുടെ ഒരു റൊമാൻറ്റിക് രംഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൊഞ്ചലും കുറുകലും ഒക്കെ കാണാൻ എന്ത് രസമാണ്. ഇത് മാത്രം കണ്ട് ആസ്വദിച്ചാൽ പോരെ ഈ ഒരു പ്രേക്ഷകർക്ക്. എന്ത് ഭംഗിയാണ് അവരുടെ വ്ലോഗ് കാണാൻ അല്ലേ. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇവരുടെ അവസ്ഥ ഭയാനകമാണ്. എന്ത് കണ്ടന്റ് ഇടും എന്ന് നോക്കി അലയുന്നൊരു ഘട്ടത്തിലാണ് ഇവർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗാനമേള തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഗാനമേള ഫ്ലോപ്പ് ആവുമെന്നാണ് ഈ ഒരു ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത്. ഗാനമേള അധിക നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇവിടെ ചെലവാകുന്ന ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ, അത് പ്രസവമാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ പറഞ്ഞ ഷെമി എന്ന് പറയുന്ന പെൺകുട്ടിക്കും ഷെബിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ബലമായ സംശയം അതിനുള്ള ഒരു പുറപ്പാട് ഇവൻ നടത്താൻ പോകുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. അത് നമുക്കൊന്ന് കാണാം. കൊറേ കാലം ഇങ്ങനെ തുടങ്ങണേ. ഞാൻ അവളോട് പറഞ്ഞേ നമ്മള് പിന്നെ കൊറേ ആയില്ലേ കിഡ്നിയൊക്കെ മാറ്റിയ ഇനിയിപ്പോ എന്തോ ഒരു 5 ആ ഒരു പകയന്റെ അടുത്ത് കൂടലും കൊഞ്ചലും കുറുകലും ഒക്കെ കാണുമ്പോൾ ഞമ്മക്കും തോന്നുന്നത് അടുത്ത ഒരു പ്രസവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ്. സീരിയസ്ലി ഞാൻ പറയുന്നത് അവിടുത്തെ ആശാ വർക്കർമാരോടും അവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോടുമാണ്. അത്തരം ഒരു അറ്റംപ്റ്റ് ഈ ഒരു പകയൻ ഇനി നടത്തി കഴിഞ്ഞാൽ ഓനെ അന്നേരം അറസ്റ്റ് ചെയ്യണം. കാരണം ഈ ഒരു പെൺകുട്ടി എന്തുമാത്രം ദുരന്തം അനുഭവിച്ചാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്ന് നമുക്കറിയാം. പിന്നെ ആകെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് മറ്റുള്ള, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളെല്ലാം ഒന്ന് പ്രസവിക്കുന്നവരും ഈ പറഞ്ഞത് പോസ്റ്റ് മാർട്ടം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നേക്കാം. കൊച്ചുങ്ങളെ കൊല്ലുന്നു, കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്നു, എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണമായിട്ട് പറയുന്ന ഈ പോസ്റ്റ് പ്രഗ്നൻസി മാർട്ടം സിൻഡ്രോം എന്നൊക്കെയാ പറയുന്നത്, എന്തുവാന്ന് അറിയത്തില്ല. എനിവേ അതൊന്നും ഈ ഷെമി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ചില്ല. അത് വലിയൊരു കാര്യമാണ്.
5 or 6 പ്രസവിച്ചതിന് ശേഷവും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇവരുടെ ഫാമിലി ബ്ലോഗേഴ്സിന് അഡിക്റ്റ് ആയുള്ള ആളുകളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ ഈ ഒരു അവസരത്തിൽ അവർ കൈക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കാര്യം, ഇനിയിപ്പോ ഞങ്ങള് സത്യത്തിലെ വീഡിയോ ഒക്കെ സത്യത്തില് വീഡിയോ ചെയ്യൂല എന്നല്ല, ഒന്നെങ്കിൽ അങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ, അതിന്റെ നടുവിലൊരു സാധനമില്ല. അല്ല, കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് അല്ലേ. കാരണം ഇപ്പോ ക്ഷമിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ. അപ്പൊ പിന്നെ വീഡിയോ ഒക്കെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മള് എടുക്കുന്നാലും നമ്മൾ വരികയൊക്കെ ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ചിലപ്പോ ഒന്നും വീഡിയോ എടുക്കണമെന്ന് തോന്നും, ചിലപ്പോ വീഡിയോയേ വേണ്ടാന്ന് തോന്നും. അതെ, അത് ഈ കമന്റ് കൊണ്ടൊന്നല്ല കേട്ടോ, കമന്റ് സോറി, അതുകൊണ്ടൊന്നല്ല കേട്ടോ. ഓരോ എന്തോ ഒരു മൂഡ് ഓഫ് എന്താന്ന് അറിയൂല അല്ലേ. എനിക്കില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഒറ്റ ഒന്നിനും പങ്കൂടൂല. ഒരിക്കലും അങ്ങനെ ഒരു കടുകൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഫാമിലി വ്ലോഗ് കണ്ടുകൊണ്ടിരുന്ന അതിന് അഡിക്റ്റ് ആയിട്ടുള്ള സൈക്കോകളുടെ അവസ്ഥ എന്താവും. എന്റെ ഒരു നല്ലൊരു സജഷൻ, നല്ലൊരു ഐഡിയ ഞാൻ പറയാം. അതായത് ഈ ഷെബി എന്ന് പറയുന്ന ഈ ഒരു പഹയന് പ്രവാചകനായ മുഹമ്മദ് നബിയോട് പോലും ചില ഹിമാറുകൾ ഉപമിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അവർ പറയുന്നത്, ഇദ്ദേഹം പ്രായപൂർത്തിയായ പ്രായത്തിന് മൂത്ത 10-50 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ ഒരു ജീവിതം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഒരു പഹയൻ ഇനി ഒരു കല്യാണം കൂടെ കഴിക്കണം. ഷെമിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. 10-20 വയസ്സുള്ള ബഷീർ ബാഷിന്റെ മാതിരി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഓളെ ഗർഭിണിയാക്കി അതിന്റെ പ്രസവ വ്ലോഗും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷെമീത്ത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ, ഈ ഒരു ഏജ്ഡായ പെൺകുട്ടിയുടെ വിശേഷങ്ങളും കൊണ്ട് ഉൾക്കൊള്ളിച്ച് വ്ലോഗ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും മികച്ച ഫാമിലി വ്ലോഗ്, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഫാമിലി വ്ലോഗായി നിങ്ങളുടെ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ചില ഹിമാറുകൾ പറയുന്നുണ്ടല്ലോ, ഓൻ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓൻ പ്രവാചകനെ പോലെയാണെന്ന്. അതൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കും. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി ആ ഒരു കല്യാണമൊക്കെ കഴിച്ച അത് ഏതൊരു സാഹചര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അറിയാവുന്നവർക്ക് അറിയാം. എന്നാൽ അതുപോലെയാണ് ഈ ഒരു പഹയനെന്ന് വിശ്വസിക്കുന്ന പറയുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഐഡിയ ഇതുവരെ ആരും പറഞ്ഞെന്ന് കാണത്തില്ല. അതിനൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ 100% ഈ ഒരു വ്ലോഗ് സക്സസ് ആയി മുന്നോട്ട് പോകും. ഞാൻ ചേർത്ത് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഷെമിന്റെ ഏജ് റിവ്യൂ ചെയ്യുന്ന ദിവസം 44 മുഖം വാടിയ ഏജിലൊന്നും ഒന്നുമില്ല അങ്ങനെ പറയുന്ന ഏജിലുണ്ടൊക്കെ അല്ലേ പറയും. ഏജിനെ കുറിച്ച് നമുക്ക് എന്താ പറയാ? അതല്ല, ഏജിനെ കുറിച്ച് ഇപ്പോൾ ഇവർക്കിടയിലുള്ളൊരു മെയിൻ പ്രോബ്ലം ഏജ് ആണെന്ന് വളരെ വ്യക്തമാണ്. ഏജ് കൂടുമ്പോൾ മെച്ചപ്പെടുന്ന 2 വസ്തുക്കൾ എന്റെ അറിവിൽ ഈട്ടിത്തടിയും ഈ പറഞ്ഞ കള്ളുമാണ്. കള്ള് മീൻസ് വിദേശ മദ്യങ്ങൾ. ചില മദ്യങ്ങൾ ഏജ് കൂടുന്നതനുസരിച്ച് വൈനും അതുപോലെയാണ്. ഏജ് കൂടുന്തോറും വീര്യം കൂടിക്കൊണ്ടും പൈസയും കൂടിക്കൊണ്ടിരിക്കും. വലിയ പ്രൈസാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ അതല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ വളരെ നല്ല രീതിയിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ പ്രായത്തെ ചൊല്ലിയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റൊരു കല്യാണത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഞാനിപ്പോ ഒരു ഇന്നോവ കാർ എടുക്കുന്നു, അതിനുശേഷം 5-6 വർഷം കഴിഞ്ഞ് വേറൊരു വണ്ടി, പുതിയത് ഒരു ചെറിയ വണ്ടി ഇറങ്ങുമ്പോൾ അതും എടുക്കുന്നു. രണ്ടും ഒരേ മാതിരി ഉപയോഗിക്കുന്നു. അതിനുശേഷം പല വണ്ടികൾ ഇങ്ങനെ എടുക്കുന്നു. എല്ലാത്തിന്റെ മോലാളി ഞാൻ തന്നെ. ആ രീതിയിൽ അതിനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് മാറി മാറി ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ആരും എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതെന്റെ ഇഷ്ടമാണ്. അതേമാതിരി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഷെഫി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ എത്തപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ഒരു പഹയന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ സാധിക്കും എന്നാണ് എന്റെ എളിയ അഭിപ്രായം. നേരെ മറിച്ച് ഷെമീത്ത എന്ന് പറയുന്ന 4-5 പ്രസവിച്ച ഈ ഒരു പെൺകുട്ടിയെ ഇനിയും ഗർഭിണിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഈ ഒരു പഹയനെ ആശാ വർക്കേഴ്സുമാർ തന്നെ വന്ന് വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും. ഒരുപക്ഷെ 7 വർഷമോ 14 വർഷമോ കഠിന തടവിന് ഓനെ ശിക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അതിലും എത്രയോ ഭേദം ഞാൻ ഈ പറഞ്ഞ ഐഡിയ പ്രയോഗിക്കുന്നത് തന്നെയാണ്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബൈ.